ഓക്കെ, ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഒരു പുതിയ കോൺസെപ്റ്റാണ്. ഇതുവരെ നമ്മൾ പഠിക്കാത്തൊരു കോൺസെപ്റ്റാണ്. CSS നമുക്ക് പിന്നെ ലേഔട്ട് ബിൽഡ് ചെയ്യാൻ, പേജ് ലേഔട്ട് കൺസ്ട്രക്ട് ചെയ്യാനുണ്ടെങ്കിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുവരെ ഉപയോഗിച്ചത് നമ്മൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ വ്യൂ പോർട്ടിൻ്റെ വിടുത്തും ഹൈറ്റെല്ലാം വെച്ചിട്ട് നമ്മൾ വാല്യൂസ് സെറ്റ് ചെയ്തു, പെർസെൻറ്റേജ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്തു. അതേപോലെ നമ്മൾ ഫ്ലോട്ട് ഉപയോഗിച്ചിട്ട് ഫ്ലോട്ട് ലെഫ്റ്റോ റൈറ്റോ എല്ലാം വെച്ചാണ് നമ്മൾ അതിനെ അലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിന് ഒരുപാട് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ 2017 ലെറ്റ് മീ ചെക്ക് ദ ഡേറ്റ്. 2017 W3C കൺസോർഷ്യത്തിൻ്റെ ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലക്സ് ബോക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് റൂൾസും എന്തൊക്കെയാണ് അതിൽ വരേണ്ടതെന്നുള്ളതെല്ലാം അവർ റെഗുലേഷൻസിൽ പറഞ്ഞു. അപ്പം മറ്റുള്ള ബ്രൗസറുകൾ സ്ലോലി കുറച്ച് വർഷങ്ങളെടുത്തിട്ട് എല്ലാ ബ്രൗസറും ആ ഒരു ഫീച്ചർ ഇംപ്ലിമെൻ്റ് ചെയ്തു. അപ്പോൾ പിന്നെ എല്ലാ ബ്രൗസറിനും മനസ്സിലാകുന്ന രീതിയിൽ വന്നു. അപ്പോൾ ഈ ഫ്ലക്സ് ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലക്സ് ബോക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഈ ഫ്ലക്സ് ബോക്സ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ബോക്സ് മോഡൽ എന്നുള്ളതിൻ്റെ അതിന് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണ് ഫ്ലക്സ് ബോക്സ് അല്ലെങ്കിൽ ഫ്ലക്സ് ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. അതിൽ ശരിക്കും അത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫ്ലെക്സിബിളായിട്ട് ഈ ലേഔട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും, വളരെ ഫ്ലെക്സിബിളായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് ഫ്ലക്സ് ബോക്സ് CSS എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ W3 സ്കൂൾസിൻ്റെയും അതുപോലെ CSS ട്രിക്സിൻ്റെ എല്ലാം ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റേഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. ഞാനിത് എടുത്തിട്ടുള്ളത് CSS ട്രിക്സിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും കുറച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ 2017 W3C കാൻഡിഡേറ്റ് റെക്കമെൻഡേഷൻ വന്നു, അങ്ങനെ ബ്രൗസേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്തു, അങ്ങനത്തെ കുറച്ച് ഹിസ്റ്ററികളും പറയുന്നുണ്ട്. ഇതിൽ ശരിക്കും നമ്മൾ പിന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കാനുണ്ട്. അത് നമ്മൾ ഗ്രാജ്വലി ഓരോന്നായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ഇതിൽ ഈ ഫ്ലക്സ് ബോക്സ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു പാരൻറ്റ് ഡിവ് ആവാം, എന്തെങ്കിലും ചിലപ്പം സെക്ഷൻ ആവാം, ഹെഡർ എന്ന് പറയുന്ന ടാഗ് ആവാം, അങ്ങനെ ഏത് ടാഗ് ആണെന്നുണ്ടെങ്കിലും ഒരു പാരൻറ്റ് എലമെൻ്റ് ഉണ്ടാവും. ആ പാരൻറ്റ് എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചൈൽഡ് എലമെൻറ്റിന് ക്രിയേറ്റ് ചെയ്യാം. പാരൻറ്റ് ചൈൽഡ്, ഈ പാരൻറ്റിനെ നമ്മൾ കണ്ടെയ്നർ എന്നുള്ളത് വിളിക്കും, ഇതിനെ നമ്മൾ ഐറ്റംസ് എന്നുള്ളത് വിളിക്കും. ഓക്കെ, പാരൻറ്റിനെ കണ്ടെയ്നർ എന്നുള്ളതും അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ചൈൽഡിനെ നമ്മൾ ഐറ്റംസ് എന്നുള്ളതുമാണ് വിളിക്കുക. അപ്പം ഫ്ലക്സ് കണ്ടെയ്നർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പാരൻറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ പാരൻറ്റ് ഡിബിനെയാണ്. പിന്നെ ഫ്ലക്സ് ഐറ്റംസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ചൈൽഡിനെയാണ്. ഇതിപ്പോൾ ഈ ഒരു ഡിബിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ ഡിബ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഒരു ഫ്ലക്സ് കണ്ടെയ്നറായിട്ട് മാറും. ഇത് ഫ്ലക്സ് കണ്ടെയ്നറാണ്, അതിൻ്റെ ഉള്ളിലാണ് ഈ ഐറ്റംസ് വന്നിട്ടുള്ളത്. ഇനി ഈ ഐറ്റംസിനുള്ളിൽ ഇനിയും നമുക്ക് ഡിബ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഫ്ലക്സ് കണ്ടെയ്നർ ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് ഫ്ലക്സ് ഐറ്റംസ് ആയിട്ടും വരും. അത് എത്ര ലെവലും ആണെങ്കിലും, എത്ര നെസ്റ്റഡ് ഡീപ്പ് ലെവലും ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ആദ്യം ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് തിയറിക്ക് വരാം. ഓക്കെ, ഞാനിവിടെ ഈ കോഡ് തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാനൊരു ഡിവ് കണ്ടെയ്നർ എന്ന് പറയുന്ന എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കണ്ടോ. ഞാൻ തൽക്കാലം കണ്ടെയ്നർ എന്നോ അല്ലെങ്കിൽ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നെയിമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാനതിന് കുറച്ച് സൈസും കാര്യങ്ങളും കൊടുക്കാം. എടുത്ത് ഞാനൊരു പിക്സല് ഹൈറ്റ് ഒരു 500 പിക്സൽ ഞാൻ കൊടുത്തു. ഓക്കെ, പിന്നെ അതിന് ഞാനൊരു ബോർഡർ ഞാൻ കൊടുക്കുന്നുണ്ട്, 1 പിക്സൽ റെഡ്. സോളിഡ് റെഡ്.
ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ 3 ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഡിവ് ബോക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് വെച്ചിട്ട് ഞാൻ ഹൺഡ്രഡ് പിക്സൽ ഹൈറ്റ്, 100 പിക്സൽ ഞാൻ ബോർഡർ പിക്സൽ സോളിഡ് യെല്ലോ. ഓക്കെ, അങ്ങനത്തെ 3 ഡിവ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. 3 അല്ലെങ്കിൽ 4 ഡിവ് ക്രിയേറ്റ് ചെയ്യാം. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഡിവിൻ്റെ ഉള്ളിൽ 4 ഡിവ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ബ്ലോക്ക് ടൈപ്പ് എലമെൻ്റ് ആയതുകൊണ്ട് ഒന്നിന് താഴെ ഒന്നായിട്ടാണ് വരിക. ഞാൻ ഈ യെല്ലോ മാറ്റിയിട്ട് ഞാനൊരു ഗ്രീൻ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. 1 പിക്സൽ ഉള്ളത് ഞാനൊരു 2 പിക്സൽ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇവിടെ ഞാനൊരു 2 പിക്സൽ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിവിൻ്റെ ഉള്ളിൽ 4 ഡിവുകളായിട്ട് ഞാൻ ചെയ്തു. എനിക്ക് ഈ ഡിവിനെ ഇങ്ങനെ ഹോറിസോണ്ടലി അലൈൻ ചെയ്യണം. ഓക്കെ, ഹോറിസോണ്ടലി അലൈൻ ചെയ്യാൻ വേണ്ടി മുമ്പേ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫ്ലോട്ട് ലെഫ്റ്റ് ആണ്. അതിന് പകരം എനിക്കിതിനെ ഇങ്ങനെ അലൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ പിടിച്ചിട്ട് ഫ്ലക്സ് കണ്ടെയ്നർ ആക്കിയിട്ട് മാറ്റണം. പിന്നെ കണ്ടെയ്നർ ആക്കി മാറ്റാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഇനി ഞാൻ വന്നിട്ട് ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടെയ്നറായിട്ട് മാറി. ഓക്കെ, ഞാനത് കൊടുത്തോടുകൂടി എന്തായി, ഈ ചൈൽഡ് അല്ലെങ്കിൽ ഫ്ലക്സ് ഐറ്റംസ് എല്ലാം ഹോറിസോണ്ടലായിട്ട് വന്നു. എനിക്കതിനെ രണ്ട് രീതിയിൽ എനിക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതിനെ ഇങ്ങനെ റോ ആയിട്ട് കാണിക്കണോ അതോ കോളം ആയിട്ട് താഴോട്ട് കാണിക്കണോ എന്നുള്ളതും എനിക്ക് തീരുമാനിക്കാൻ പറ്റും. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ റോയിൽ കണ്ടൻറ്റ് കാണിക്കുന്നത്, കോളം ആയിട്ട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കോളത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എനിക്കിവിടെ ഈ ഫ്ലക്സ് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. ബൈ ഡീഫോൾട്ട് റോ ആണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നത്. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇങ്ങനെ തന്നെ വരും, കാരണം ഡീഫോൾട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് റോ ആണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലെല്ലാം ജസ്റ്റ് 1 2 3 4 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ബോക്സ് നമുക്ക് അറിയാൻ പറ്റും 1 2 3 4 എന്നുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഫ്ലക്സ് ഡയറക്ഷൻ റോ കൊടുത്തു കഴിഞ്ഞാൽ ഹോറിസോണ്ടലി കാണിക്കും. ഇനി ഞാൻ ഫ്ലക്സ് ഡയറക്ഷൻ കോളമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായി, അത് ഒറ്റ കോളത്തിൽ താഴോട്ട് കാണിക്കും. ഒരു കോളമായിട്ടാണ് കൺവേർട്ട് ചെയ്യുക. ആ കോളത്തിൻ്റെ ഉള്ളിൽ പിന്നെ താഴോട്ട് കാരണം ഒരു കോളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒന്നിൻ്റെ താഴെ ഒന്നായിട്ടല്ലേ നിൽക്കുള്ളൂ, ആകെ ഒറ്റ കോളം മാത്രമല്ലേ ഉള്ളൂ. റോ ആണെന്നുണ്ടെങ്കിൽ ഒരു റോല് ഹോറിസോണ്ടലി ഒറ്റ റോല് കണ്ടൻറ്റിനെ കാണിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പിന്നെ ഒരു ഡിവിനെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ നമ്മൾ ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ ക്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ആ ഡിവിനെ നമ്മൾ അല്ലെങ്കിൽ ഏത് ടാഗാണോ ആ ടാഗിനെ നമ്മൾ പിന്നെ ഫ്ലക്സ് കണ്ടെയ്നർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നതെല്ലാം ഫ്ലക്സ് ഐറ്റംസ് ആണ്. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ചിൽഡ്രൻ എല്ലാം അതിൻ്റെ ഫ്ലക്സ് ഐറ്റംസ് ആയിട്ടാണ് വരിക. ഓക്കെ, ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ ഫ്ലക്സും ഫ്ലക്സ് ഡയറക്ഷനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഹോറിസോണ്ടലി കാണിക്കണോ വെർട്ടിക്കലി കാണിക്കണോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, എനിക്ക് ഈ 4 ബോക്സസ് ഉണ്ടല്ലോ, ഈ 4 ബോക്സസിനെ പിന്നെ ഞാൻ തൽക്കാലം റോ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി എനിക്ക് ഇതിനെല്ലാത്തിനും കൂടെ സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യണം. ഇതിനെല്ലാത്തിനും കൂടെ സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യണം. ഇപ്പോൾ ഇതുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് അലൈൻഡ് ആണല്ലോ. എനിക്കതിന് സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ സെൻറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ സെൻറ്ററിൽ അലൈൻ ചെയ്തു. ഓക്കെ, അതേപോലെ ഞാൻ ഇതിൻ്റെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് മാറ്റിയിട്ട് സെൻറ്റർ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉള്ള സ്പേസിനെ അതിൻ്റെ ബിറ്റ്വീൻ ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കും. ഓരോന്നിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമുക്കൊരു പിന്നെ ഒരു 10 പിക്സൽ ഉണ്ടെങ്കിൽ
അതിനെ ഈക്വലായിട്ട് എത്ര എണ്ണം ഉണ്ട് നോക്കും. ഇപ്പോൾ 1 2 4 4ത്തിൻ്റെ ഇടയിൽ വരുന്ന സ്പേസ് അപ്പോൾ 3 സ്പേസാണ് വരുന്നത്. അപ്പോൾ 10 പിക്സലിനെ 3 ഡിവൈഡ് ചെയ്ത് കണ്ട് ഈക്വലി എല്ലാവർക്കും ഇടയിലിട്ട് കൊടുക്കും. ഓക്കെ, അതേപോലെ അത് സ്പേസ് ബിറ്റ്വീൻ ആണെങ്കിൽ, കാരണം ബിറ്റ്വീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്പേസ് എറൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റിഫൈ കണ്ടന്റിന് സ്പേസ് എറൗണ്ട് എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉള്ളതിനെ എല്ലാത്തിൻ്റെയും 2 സൈഡിലാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് സ്പേസ് അറൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലക്സ് ബോക്സിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ലേഔട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത് ഫ്ലക്സ് കണ്ടെയ്നർ എന്താണെന്നുള്ളത് നോക്കി. അപ്പോൾ നമ്മൾ പാരൻറ്റ് ഡിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് കണ്ടെയ്നർ. ഒരു ഡിവിനെ ഫ്ലക്സ് കണ്ടെയ്നർ ആക്കിയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കണം. പിന്നെ അതിൻ്റെ ചിൽഡ്രനെ അല്ലെങ്കിൽ ഫ്ലക്സ് ഐറ്റംസിനെ ഏത് ഡയറക്ഷനിൽ റോ ആയിട്ടാണോ കോളത്തിലാണോ നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്ലക്സ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതും നമ്മൾ കൊടുക്കേണ്ടത്, ഈ ഫ്ലക്സ് ഡയറക്ഷൻ എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടത് പാരൻറ്റിനാണ്. ഇതാണല്ലോ ഫ്ലക്സ് കണ്ടെയ്നർ. കണ്ടെയ്നറിൻ്റെ അടുത്താണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. കാരണം കണ്ടെയ്നറിലാണ് നമ്മൾ പറയുന്നത് ചിൽഡ്രനെ ഒരു റോയിൽ നിർത്തണോ അതോ ഒരു കോളത്തിൽ നിർത്തണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പാരൻറ്റിനാണ്. ഓക്കെ, ഇനി ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പാരൻറ്റിൻ്റെ അടുത്താണ് പറഞ്ഞു കൊടുക്കുന്നത്. പാരൻറ്റിൻ്റെ ഈ ഡിസ്പ്ലേ ഫ്ലക്സ് കൊടുത്തിട്ടുള്ള അതേ സെക്ഷൻ തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനെ കണ്ടന്റിനെ പിന്നെ സെൻട്രലി അലൈൻ ചെയ്യണോ, പിന്നെ അതോ സ്പേസ് ബിറ്റ്വീന്, സ്പേസ് അറൗണ്ട്, സ്പേസ് ബിറ്റ്വീന്, സെൻറ്റർ. അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് പൊസിഷൻക്കായിട്ട് അലൈൻ ചെയ്യും. ഇനി ഞാനതിനെ മാറ്റിയിട്ട് ഫ്ലക്സ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റിൽ എൻഡിൽ കൊണ്ടുവന്നിട്ട് അലൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിർത്താം, എൻഡിൽ നിർത്താം, സെൻറ്ററിൽ വേണമെങ്കിൽ നിർത്താൻ പറ്റും. പിന്നെ ഉള്ള ഈ വരുന്ന സ്പേസിനെ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അറൗണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെല്ലാം ഈ ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റിഫൈ കണ്ടന്റ് നമുക്ക് ഡിസ്പ്ലേ ഫ്ലക്സ് ഡയറക്ഷൻ റോ ആണെങ്കിൽ അതിനെ ഹോറിസോണ്ടലായിട്ടുള്ളതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നമുക്ക് ഈ മെയിൻ ഡിവിന് അല്ലെങ്കിൽ ഫ്ലക്സ് കണ്ടെയ്നറിന് നമ്മൾ കൊടുത്തിട്ടുള്ള വിഡ്ത്ത് 500ഉം ഹൈറ്റ് 500 പിക്സലും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കിത് ഈ മെയിൻ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഫുൾ സ്ക്രീനായിട്ട് നിൽക്കണം, ഫുൾ സൈസിൽ നിൽക്കണം. ഓക്കെ, വെച്ചാൽ 100% വിഡ്ത്തും 100% ഹൈറ്റും. ഓക്കെ, അതേപോലെ തന്നെ അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കേണ്ടത്, ഇപ്പോൾ എനിക്കിങ്ങനെ 500 ഉണ്ട്. ഇനി എനിക്കിതിൽ ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ ചിൽഡ്രൻ എനിക്ക് എന്ത് ചെയ്യണം, ഈ സ്പേസ് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണം. ഈക്വലായിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഫിക്സഡ് വിഡ്ത്ത് കൊടുക്കാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് നമുക്ക് ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാനുണ്ട്. ഫ്ലക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിനെ പിന്നീട് നമ്മൾ നോക്കും. ഇതുവരെ നമ്മൾ നോക്കിയത് ഡിസ്പ്ലേ ഫ്ലക്സ്, അതല്ല ഇവിടെ. ഈ ഡിസ്പ്ലേ ഫ്ലക്സ് നമ്മൾ കണ്ടെയ്നർ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഡിസ്പ്ലേ ഫ്ലക്സ്. അങ്ങനെ അതിൻ്റെ ചിൽഡ്രൻ നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ് ഫ്ലക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഓക്കെ, ഞാനിവിടെ 3 ബോക്സ് ആക്കിയിട്ട് മാറ്റുകയാണ്. ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3. എന്നിട്ട് ഞാൻ ഇവിടെയും അതേപോലെ 3 പ്രോപ്പർട്ടി ആക്കിയിട്ട് മാറ്റുകയാണ്. 3 ക്ലാസ് ആക്കിയിട്ട് മാറ്റുകയാണ്. അതിന് ഞാൻ ബ്രൗണ്, ബ്ലൂ, ഗ്രീന്. ഓക്കെ, ജസ്റ്റിഫൈ കണ്ടന്റ് ഞാൻ സ്പേസ് അറൗണ്ട് കൊടുക്കും.
ഓക്കെ, നമ്മൾ 1 2 3 4 ഉണ്ട്. നമ്മൾ ഒരു ബോക്സ് എന്ന് പറയുന്നത് കൂടെ നമുക്ക് വേണം. ഞാനും ബോക്സ് 0 എന്ന് കൊടുക്കുകയാണ്. ഇവിടെയും കൊണ്ടുവന്നിട്ട് ഞാനും ബോക്സ് 0 കൊടുക്കുകയാണ്. ഇതിന് ഞാനൊരു യെല്ലോ കൊടുത്തു. എന്തായി, നമ്മൾ പാരൻറ്റ് ഡിബ് എന്ന് പറയുന്ന ഡിബിന് നമുക്ക് 500 പിക്സൽ വിടുത്തും ഹൈറ്റും ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ചിൽഡ്രന് ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ ഈ ചിൽഡ്രൻ എന്തായി, ഈക്വലായിട്ട് എല്ലാവർക്കും കിട്ടി. വിടുത്ത് കിട്ടി. റോലായതുകൊണ്ട് പിന്നെ ഹൊറിസോണ്ടലാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ സൈസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇപ്പോൾ ഒരു പാരൻറ്റ് ഡിബിൻ്റെ ഉള്ളിലുള്ള സ്പേസിന് മക്കൾക്ക് ചിൽഡ്രന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വളരെ ഈസിയാണ്. ഇനി എനിക്ക് ഈക്വലായിട്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ ബോക്സ് 0യിലുള്ള ആൾക്ക് കുറച്ച് കൂടുതൽ സ്പേസ് കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഒരു 2 എന്നുള്ളത് ആക്കി കൊടുത്തു. എന്തായി, ഈ ഞാൻ ഏതിനാണോ ഫ്ലക്സ് 2 പറഞ്ഞിട്ട് കൊടുത്തത് അതിന് കൂടുതൽ സ്പേസ് കിട്ടി, ബാക്കിയുള്ളതിന് കുറഞ്ഞു. ഇനി അതേപോലെ ഞാൻ ഈ ബോക്സ് 3ക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിപ്പോൾ ഒരു 5 ആക്കി കൊടുക്കുകയാണ്. എന്തായത്, ബോക്സ് ഈ ഈ ലാസ്റ്റത്തെ ബോക്സിന് ഒരുപാട് സ്പേസ് കിട്ടി, ബാക്കിയുള്ള സ്പേസ് കൊണ്ടാണ് എല്ലാവർക്കും കൂടെ കൊടുത്തത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് വെച്ചാണ്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലേഔട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം എത്ര പോർഷൻ ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ബിസിനസ് പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബിസിനസ്സിൽ കുറച്ച് ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ഷെയറിന് ഒരു 10 രൂപയാണ്. ഇതാണ് നമ്മളെ വാല്യൂ നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 10 rupees പെർ ഷെയർ, ഇതാണ് നമ്മളെ വാല്യൂ. നമുക്ക് ഒരു 4 പാർട്ട്നേഴ്സ് ഉണ്ട്, P1 P2 P3 P4. ഓക്കെ, ഈ പാർട്ട്ണർക്ക് ഒരു 1000 ഷെയറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപേൻ്റെ ഷെയർ ഇയാൾക്കുണ്ട്, 1000 ഷെയർ ഇയാൾക്കുണ്ട്. ഇയാൾക്കൊരു 4000 ഷെയറുണ്ട്, ഇയാൾക്കൊരു 2000 ഷെയറുണ്ട്, ഇയാൾക്കൊരു 3000 ഷെയറുണ്ട്. ഓക്കെ, മൊത്തത്തിൽ എത്ര ഷെയറായി? 5 5 10 10,000 ഷെയറായി മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതാണ് മൊത്തം 10,000 ഷെയറാണ് ഉണ്ടായിരുന്നത്. ഇയാൾ 3000 ആണ്, ഇയാൾക്ക് 2000, ഇയാൾക്ക് 4000, ഇയാൾക്ക് 1000. ഇങ്ങനെയാണ് ശരിക്കും ഷെയറിൻ്റെ നമ്പർ ഉള്ളത്. ഇത്രയാണ് നമ്പർ ഓഫ് ഷെയർസ് ഓരോരുത്തർക്കും ഉള്ളതാണത്. ഇനി എനിക്ക് ഈ ഇയർ എൻഡിൽ 2022 ഇയർ എൻഡിൽ എനിക്കിപ്പോൾ ഒരു 1,00,000 രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് നമുക്ക് പാർട്ട്നേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യാം മൊത്തത്തിലുള്ളത് മൊത്തം ഷെയർ നോക്കി. ഓക്കെ, ഇയാൾക്ക് 1000, ഇയാൾക്ക് 4000, ഇയാൾക്ക് 2000, ഇയാൾക്ക് 3000. ഇത്രയും നമ്പർ ഓഫ് ഷെയർസാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇപ്പം 1,00,000 രൂപയല്ല, നമുക്കിപ്പോൾ ഒരു 5,00,000 രൂപയാണെന്ന് ചോദിച്ചാൽ 5,00,000 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. ഈ പ്രോഫിറ്റിനെ എനിക്ക് ഇവർക്ക് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യലെന്താണ്, ഈ 5,00,000 എന്ന് പറയുന്ന എമൗണ്ടിനെ മൊത്തം നമ്പർ ഓഫ് ഷെയർസ് വെച്ചുകൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കി. മൊത്തം നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 1000, 4000, 5000, 5000, 7, 10, മൊത്തം 10,000 ഷെയർസാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ മൊത്തം 10,000 ഷെയർ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു.
ഇപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 50 രൂപ. അപ്പോൾ എനിക്ക് പിന്നെ അപ്പോൾ ശരിക്കും ഉള്ളത് 50 റുപ്പീസ് പ്രോഫിറ്റ് പെർ ഷെയർ. ഒരു ഷെയറിന് 50 റുപ്യ വെച്ചാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്നിട്ട് ഞാൻ ഇയാൾക്ക് നോക്കും, ഇയാൾക്ക് ഞാൻ എത്ര എമൗണ്ടാണ് കൊടുക്കേണ്ടത്. ഇയാൾക്ക് കൊടുക്കേണ്ടത് ഒരു ഷെയറിന് 50 രൂപയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഞാൻ എന്ത് ചെയ്യും, 50 ഇൻറ്റു 1000, 50,000 ഇയാൾക്ക് കൊടുക്കും. അതേപോലെ ഇയാൾക്ക് പിന്നെ 4000 ഇൻറ്റു 50, അങ്ങനെ ഇയാൾക്ക് 2000 ഇൻറ്റു 50, ഇയാൾക്ക് 3050. അങ്ങനെ നമുക്ക് കിട്ടിയ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തർക്കും എത്ര ഷെയർ ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കും. ഇങ്ങനെയാണല്ലോ നമ്മൾ പൊതുവേ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന നമ്പർ എത്രയാണോ നമുക്ക് കിട്ടിയ ടോട്ടൽ പ്രോഫിറ്റ്, അതിനെ നമുക്ക് ടോട്ടൽ ഷെയർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റിന്, ഒരു ഷെയർ യൂണിറ്റിന് എത്ര പ്രോഫിറ്റാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ യൂണിറ്റ് എമൗണ്ടിന് നമ്പർ ഓഫ് ഷെയർസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്കുള്ള എമൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. ഇതേ സംഭവം തന്നെയാണ് ശരിക്കും ഫ്ലക്സിൻ്റെ കേസിൽ നടക്കുന്നത്. ഫ്ലക്സ് എന്ന് പറയുന്നത് ഇപ്പം ഒരു പാരൻറ്റ്, ഈ പാരൻറ്റിന് നമുക്ക് പിന്നെ മൊത്തത്തിൽ എത്ര വിടുത്ത് ഉണ്ട് എന്നുള്ളത് നോക്കും. ഈ വിടുത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വിടുത്താവാം, അല്ലെങ്കിൽ ഞാൻ പെർസെൻറ്റേജ് വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആ പെർസെൻറ്റേജ് വെച്ചിട്ട് ഇയാൾക്ക് എത്ര ഫിക്സ്ഡ് ആയിട്ട് എത്ര കിട്ടി എന്നുള്ളത് നോക്കും. എത്ര വിടുത്താണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കി, വിടുത്താണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും എല്ലാം ഈക്വലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലെറ്റ്സ് സേ നമുക്കൊരു 8000 പിക്സലാണ് ടോട്ടൽ വിടുത്ത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് പ്രോഫിറ്റ് കിട്ടിയ പോലെ തന്നെ ടോട്ടൽ വിടുത്ത് കിട്ടിയിട്ടുള്ളത് ഒരു 8000 പിക്സലാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, 8000 അല്ല 800 പിക്സലാണ്. ഞാൻ എന്ത് ചെയ്യും, പിന്നെ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, ഈ ഓരോരോ ബോക്സിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യേണ്ട എന്താണ്, ഇവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഷെയർ എത്രയാണെന്നുള്ളതിന് സം ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഷെയർ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ ഫ്ലക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന വാല്യൂ. അപ്പോൾ ഞാനിവിടെ ഇതിന് കൊടുത്തുള്ള ഫ്ലക്സ് 2 + 1 3 + 1 4 + 5 9. അപ്പോൾ മൊത്തത്തിലുള്ള നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന പോലെ തന്നെ മൊത്തത്തിലുള്ള യൂണിറ്റ്സ് എത്രയാണ്, 9 ആണ്. അപ്പോൾ ഞാൻ ഈ 800 പിക്സലിനെ 9 വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, എക്സ് എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ഈ എക്സ് എന്നുള്ളതിനെ x/2 ആണ് ഇതിന് കൊടുക്കുക, x/1 ആണ് ഇതിന് കൊടുക്കുക, x/1 ആണ് ഇതിന് കൊടുക്കുക, x/5 ആണ് ഇതിന് കൊടുക്കുക. അങ്ങനെയാണ് ശരിക്കും നടക്കുന്നത്. ആദ്യം ഇതിൽ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ടോട്ടൽ വിഡ്ത്ത് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും എത്ര കിട്ടി എന്നുള്ളത് നോക്കും. മൊത്തത്തിൽ ഈ ഫ്ലക്സിൻ്റെ വാല്യൂ എല്ലാം കൂടെ നമുക്ക് സം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടി എന്നുള്ളത് നോക്കും. അത് വെച്ചുകൊണ്ട് ഇൻഡിവിജ്വലി ഓരോന്നിനും എത്ര കൊടുക്കണം എന്നുള്ളത് നോക്കിയിട്ടാണ് ശരിക്കും ഓരോന്നിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതിന് ഇൻഡിജർ മാത്രമല്ല, ഈവൻ 2.5 2.25 എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. ചെറിയ വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ ഇതുവരെ പാരൻറ്റിന് നമ്മൾ വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ആദ്യം നോക്കിയ എന്താണ്, ഞാനിങ്ങനെ ഡിസ്പ്ലേ 1 വെച്ചിട്ട് എല്ലാത്തിനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നടന്ന എന്താണ്, അതിനെ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തു. എനിക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ ആകെ ഒറ്റ ഡിവേ ഉള്ളൂ എന്നുണ്ടെങ്കിലോ, എല്ലാത്തിന് പകരം എനിക്ക് ഒറ്റൊന്നേ ഉള്ളൂ. എന്ത് ചെയ്യും, ആ ഉള്ള സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് അയാൾക്ക് ഒറ്റക്കം കൊടുക്കും. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്, മൊത്തത്തിലുള്ള സ്പേസ് നോക്കി എത്ര ആൾക്കാരുണ്ട്, ഓരോരുത്തർക്കും എത്ര ഫ്ലക്സ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നോക്കി ഇവിടെ നമുക്ക് ഒറ്റ ഡിവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഇവിടെ കുറേ എണ്ണം ഡിക്ലെയർ ചെയ്തിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എത്ര എണ്ണം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുള്ളൂ. അല്ലാതെ ഇവിടുത്തെ ഡിവിൻ്റെ അല്ലേ നോക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇവിടെ എത്ര എണ്ണം നമ്മൾ വെറുതെ ഡിക്ലെയർ ചെയ്ത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ കൊടുത്തത് ബോക്സ് 0 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതിന് എത്ര വിടുത്തുണ്ടോ അത്രയും വിടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതിന് കൊടുക്കും. കാരണം ബോക്സ് 0ക്ക് നമ്മൾ ഫ്ലക്സ് 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ വിടുത്തും ഇതിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ചെയ്തിട്ട് കാണിക്കാം. അതിന് മുമ്പ് നമ്മളിപ്പോൾ ഈ മെയിൻ കണ്ടൻറ്റിന് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, വിടുത്തും ഹൈറ്റും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, തൽക്കാലം ഫ്ലക്സ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. എന്താ സംഭവിച്ചത്, ഫുൾ വിടുത്തും ഇതിൽ തന്നെ എടുത്തു. കാരണം എന്താണ്, നമ്മൾ ഫ്ലക്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരാൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഫുൾ സ്പേസും അതിന് കിട്ടി.
ഓക്കെ. ഇപ്പം നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ലേഔട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിൽ ഫ്ലെക്സ് മോഡൽ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ബോക്സ് മോഡൽ എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റാണ് ഫ്ലെക്സ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എല്ലാം ബോക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പാരൻറ്റ് ഡിവിന് നമ്മൾ ഫ്ലക്സ് കണ്ടെയ്നർ എന്നുള്ളതും അതിൻ്റെ ചിൽഡ്രനെ നമ്മൾ ഫ്ലക്സ് ഐറ്റംസ് എന്നുള്ളതാണ് വിളിക്കുക. ഒരു ഡിവിനെ ഫ്ലക്സ് കണ്ടെയ്നർ ആക്കിയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഡിവൻ ആവണമെന്നില്ല, ഏത് എലമെൻ്റ് ആണെങ്കിലും അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കണം. ഓക്കെ. പിന്നെ നമുക്ക് ഈ ചിൽഡ്രനെ ഒരു റോൻ്റെ ഉള്ളിലാണോ ആക്കേണ്ടത് അതോ ഒരു കോളത്തിൻ്റെ ഉള്ളിലാണോ ആക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലക്സ് ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി പാരൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ചിൽഡ്രനെ റോയിൽ കൊടുക്കണോ കോളത്തിൽ കൊടുക്കണോ എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ചിൽഡ്രനെ എങ്ങനെ ഹൊറിസോണ്ടലി എങ്ങനെ അലൈൻ ചെയ്യണം എന്നുള്ളത്, ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യണോ റൈറ്റിലോട്ട് അലൈൻ ചെയ്യണോ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് സ്റ്റാർട്ട് കൊടുക്കുക, റൈറ്റിലോട്ടാണെങ്കിൽ ഫ്ലക്സ് എൻഡ് കൊടുക്കുക, മിഡിൽ വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ കൊടുക്കുക. ഇനി ഉള്ള സ്പേസിനെ എല്ലാവരെയും അടിയിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുക. ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ചുറ്റിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്പേസ് അറൗണ്ട് കൊടുക്കുക. അപ്പോൾ ഈ ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്നുള്ളത് ഫ്ലക്സ് ഡയറക്ഷൻ ഡ്രോ ആകുന്ന സമയത്ത് അതിന് ഹോറിസോണ്ടലി ഐറ്റംസിനെ, ചിൽഡ്രനെ ഹോറിസോണ്ടലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഹോറിസോണ്ടലിയുള്ള അലൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റിഫൈ കണ്ടൻറ്റ് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹോറിസോണ്ടൽ അലൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റിഫൈ കണ്ടൻറ്റ് കൊടുക്കുന്നത് ഫ്ലക്സ് ഡയറക്ഷൻ ഡ്രോ ആകുന്ന സമയത്ത്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ള വേറെ പ്രോപ്പർട്ടി ഈ ഫ്ലക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്, അല്ലാതെ ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് പറയുന്നത്, ഇവിടെ ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്ന പ്രോപ്പർട്ടിൻ്റെ വാല്യൂ ആണ് ഇവിടെ ഫ്ലക്സ് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഫ്ലക്സ് എന്ന് തന്നെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ. ഇപ്പം ഫ്ലക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്ക് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റും ഉണ്ട്, കോഴിക്കോട് എന്ന് പറയുന്ന സിറ്റിയും ഉണ്ട്. ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് പറയുന്നത്, ഡിസ്പ്ലേ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള കോൺസെപ്റ്റ് നമ്മൾ ഫ്ലക്സ് മോഡൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പം പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിനെ കുറിച്ചാണ്. നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് സ്പേസ് ഏതൊക്കെ ചിൽഡ്രന് എത്രത്തോളം സ്പേസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് സിസ്റ്റം ചെയ്യൽ പിന്നെ എത്ര ചിൽഡ്രൻ ഉണ്ടെന്ന് നോക്കും. ഓരോ ചിൽഡ്രൻ്റെയും അടുത്ത് എത്ര ഫ്ലക്സ് വെച്ചുകൊണ്ട് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മളങ്ങനെ എത്ര വെച്ച് കോൺഫിഗർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് മൊത്തത്തിൽ കിട്ടിയ സ്പേസിനെ, വിഡ്ത്തിനെ ആ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനുള്ള യൂണിറ്റ് കിട്ടും. എന്നിട്ട് ആ യൂണിറ്റ് ഓരോരുത്തർക്കും എത്ര യൂണിറ്റ് വെച്ച് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കും. ഇതാണ് ശരിക്കും ചെയ്യുന്നത്. ഓക്കെ.